തോട്ട് ശരിക്കും നമ്മൾ പ്രളയം ഉണ്ടായ സമയത്ത് ഉണ്ടായ തോട്ടാണ്. ആക്ച്വലി ഇതൊരു ചെറിയൊരു ലഘു നാടകമായി ചെയ്യുകയും സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടുകയും ചെയ്തൊരു നാടകമാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. ആ കുടുംബത്തിലേക്ക് എന്താ പറയുക, വിളിക്കാതെ വന്ന ഒരു അതിഥിയായിട്ട് വരുന്ന ഒരു ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു കള്ളന്റെ ക്യാരക്ടറാണ്. ആ കുടുംബത്തിലേക്ക് വരുന്ന ഒരു കള്ളനാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. ശരിക്കും എനിക്ക് വിഷ്വലിനേക്കാൾ ഉപരി സിനിമാറ്റോഗ്രാഫേഴ്സിനെ കണ്ടിട്ടുള്ള സെറ്റിൽ അവരെ കണ്ട് എക്സൈറ്റഡ് ആവുക എന്ന് പറയുന്നതായിരുന്നു. ഒരു 100 സിനിമ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നത് ലോഹിതദാസിനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ 10 വർഷം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റും. ഇപ്പം ലോഹിത് സാറ് സിനിമ എഴുതുന്നത് ഒരിക്കലും ഇത് കൊമേഴ്സ്യൽ സിനിമയാണ്, ഇത് അങ്ങനെയല്ല അല്ല. നിങ്ങൾ എല്ലാ സിനിമ സാറിനെ നോക്കിയാലോ, പക്ഷെ എല്ലാ സിനിമയ്ക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എല്ലാ സിനിമയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഗോകുലൻ, ഹരികൃഷ്ണൻ, ലോഹിതദാസ്, മനോജ് കുമാർ 3 പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ KSFDC ഏറ്റവും പുതിയതായിട്ട് നിർമ്മിക്കുന്ന ചിത്രം പ്രളയശേഷം ഒരു ജലകന്യക. അപ്പോൾ ഇതിൻ്റെ ആദ്യ ആലോചന അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ സംവിധായകൻ ഇതിൻ്റെ പ്രോസസ്സിലോട്ടും കൂടെ കിടക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ? അതായത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരു 3 വർഷമായിട്ട് വനിതാ ശാക്തീകരണവും അല്ലെങ്കിൽ SC/ST അതുമായി ബന്ധപ്പെട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ടാണ് ഇപ്പം SC/STയുടെ ഇത് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ഒരു ബാച്ച് വനിതകളുടെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ത്രൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ബാച്ച്. അപ്പോൾ നമ്മൾ പത്രത്തിൽ കണ്ട ഒരു പരസ്യത്തിൽ നമ്മൾ ആദ്യം സ്റ്റോറി അയക്കുന്നു, അവർ സെലക്ട് ചെയ്യുന്നു, നമ്മൾ സ്റ്റോറി പിച്ച് ചെയ്യുന്നു. അങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ ഒരു ഫോർമാലിറ്റീസിൽ തന്നെയാണ് പോയത്. ഏകദേശം ഒരു 45 പേരോളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആദ്യം ഒരു 10 പേരെ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തൊക്കെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന റൈറ്റേഴ്സും ആക്ടേഴ്സൊക്കെയാണ്. ഒരു 3 പേരുണ്ടായിരുന്നു, അവരാണ്. അപ്പോൾ അത് സെലക്ഷൻ കഴിഞ്ഞു. പിന്നെ ആ 10 പേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു 3 ദിവസത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റ് പിച്ച് ചെയ്തു. സ്റ്റോറിയിൽ നിന്ന് അവർ 5 പേരെ എടുത്തിട്ട് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്തു. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യാണ് ചെയ്തത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. പ്രളയശേഷം ഒരു ജലകന്യകയായിരുന്നു സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റിൻ്റെ ആദ്യം തോട്ടൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇത് ഈ തോട്ട് ശരിക്കും നമ്മൾ പ്രളയം ഉണ്ടായ സമയത്ത് ഉണ്ടായ തോട്ടാണ്. ആക്ച്വലി ഇതൊരു ചെറിയൊരു ലഘു നാടകമായി ചെയ്യുകയും സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടുകയും ചെയ്തൊരു നാടകമാണ്. ഇപ്പോൾ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇല്ലോ, A ഗ്രേഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ A ഗ്രേഡ് കിട്ടിയൊരു നാടകമാണ്. പക്ഷേ അത് നാടകമാണ്, ഇത് സിനിമയാണ്. അപ്പോൾ രണ്ടിനും 2 വ്യത്യാസങ്ങളുണ്ട്. നാടകമായിട്ടും സിനിമയായിട്ടുമാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അന്ന് ഈ തോട്ടുണ്ട്, ഈ സിനിമയുടെ ഒരു ത്രെഡ് മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ഈ KSFDCക്ക് ഒരു കോസ്റ്റ് ഓറിയൻറ്റഡ് ആണ് പണം. അതായത് ഇത്ര രൂപയ്ക്ക് പടം തീർക്കണമെന്നുണ്ട്. ഏകദേശം 1.50 അതിൽ 110 വരെ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി ചിലവാക്കാൻ പാടുള്ളൂ. ബാക്കി പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബാക്കിയുള്ള എമൗണ്ട്. അപ്പോൾ ഈ 1.10 ഉള്ളിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് വേണമായിരുന്നു. നമ്മൾ വലിയൊരു സിനിമ 1.10 തീർക്കാൻ പറ്റില്ല. ഇല്ല. അപ്പം ഇത് അതിന് വളരെ കേപ്പബിൾ ആണെന്ന് തോന്നി, അല്ലെങ്കിൽ വളരെ ഒരു ആ പൈസയിൽ ഒതുങ്ങുന്ന ഒരു സിനിമയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. മോറോവർ ഈ സിനിമയ്ക്ക് ഒരു സാധ്യത ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ഈ കഥയ്ക്ക്. ഗോകുൽ ചേട്ടാ, എന്താ ഈ ഇപ്പോൾ സിനിമയിലേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറും ഇപ്പോൾ വിളിക്കുമ്പോഴൊക്കെ അത്രയും എക്സൈറ്റ്മെൻറ്റ് തന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും ഈ സിനിമയിലേക്ക്? എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിനിമയിലല്ല, ഞാനൊരു സിനിമാ നടനായിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം മനോജ് ചേട്ടനാണ്. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ എനിക്ക് സംതിങ് സ്പെഷ്യലാണ്. കാരണം ആദ്യമായിട്ട് തന്നെ അഭിനയിക്കാൻ വിളിച്ചതല്ല, പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അഭിനയിപ്പിച്ചത് മനോജ് നാടകത്തിൽ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ മനോജനോട് നാടകം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ആദ്യം നാടകത്തിൽ വിളിച്ചപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. പിന്നെയും പോയില്ല. 3ാമത്തെ തവണ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അങ്ങനെ എന്നെ ആദ്യമായിട്ട് അഭിനയം പഠിപ്പിച്ച, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് തന്നു. ആദ്യമായിട്ട് എന്നെ സിനിമയിൽ അഭിനയിപ്പിച്ചതും അതിനു മുന്നേ മൂവി എന്ന് പറയുന്ന മീൻസ് നാടകം വിട്ടിട്ട് മൂവി ആദ്യം ചെയ്ത ആൽബമായിരുന്നു, മ്യൂസിക്കൽ ആൽബമാണ്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് അഭിനയിപ്പിച്ച മനോജേട്ടൻ്റെയും വിനോട്ടിൻ്റെയും കൂടെ രണ്ടാമതൊരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ
ഈ സിനിമ എനിക്ക് സംതിങ് സ്പെഷ്യലാണ്. അപ്പോൾ ഈ സിനിമയുടെ മനോട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ആദ്യകാലം, ഈ സിനിമയുടെ ചർച്ച മുതലേ മനോട്ടൻ്റെയും കൂടെ ഞാനുണ്ട്. ഈ സിനിമയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ആ സമയം വരെയും. അതുപോലെ തന്നെ ഈ സിനിമ ആദ്യം ഒരു നാടകമായിട്ട് ചെയ്തിരുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അപ്പോഴും നാടകത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം തന്നെ ഈ സിനിമ ഞാൻ ഇത്രയും കാലം അഭിനയിച്ച സിനിമകളിൽ നോക്കുമ്പോൾ ഈ സിനിമ എനിക്ക് സ്പെഷ്യലാണ്. ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം അത് മനോജേട്ടൻ്റെ ഡിസിഷനായിരുന്നു. വരൂ ചെയ്താലും മനോട്ടൻ വിളിച്ചാൽ ഞാൻ വരും, മനോട്ടൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. വിനോദനും ചെയ്യാൻ പറഞ്ഞതും നിങ്ങൾ തന്ന കോൺഫിഡൻസാണ് ഇന്നൊരു സിനിമാ നടനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാനും ഇന്ന് ജീവിച്ചു പോകാനുള്ള പ്രധാന കാരണം വിനോദൻ്റെ കോൺഫിഡൻസാണ്. അതുകൊണ്ടെല്ലാം തന്നെ ഈ സിനിമ എനിക്ക് സ്പെഷ്യലാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പേര്, സ്വഭാവം എന്താ? ഈ കഥാപാത്രം എന്താ? അത് പറയണോ ഇപ്പോൾ? ഇത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. ആ കുടുംബത്തിലേക്ക് എന്താ പറയുക, വിളിക്കാതെ വന്ന ഒരു അതിഥിയായിട്ട് വരുന്ന ഒരു ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു കള്ളൻ്റെ ക്യാരക്ടറാണ്. ആ കുടുംബത്തിലേക്ക് വരുന്ന ഒരു കള്ളനാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഇത് നാടകം ചെയ്യുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്, നാടകം ചെയ്യുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഈ നാടക സബ്ജക്റ്റ് ഒരു സിനിമയായിട്ട് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കഥാപാത്രം നമുക്കറിയാം, പക്ഷെ അപ്പോഴൊന്നും സെലക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഞാനാണ് ചെയ്യണമെന്നാ നീ ചെയ്യണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്ലൈ ചെയ്ത് സെലക്ട് ചെയ്യപ്പെടുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു, എന്നാൽ പിന്നെ ഗോകുല പറഞ്ഞ ചെയ്യാം. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നതും. പിന്നെ ക്യാരക്ടർ എനിക്ക് ഈ സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്യാരക്ടർ എനിക്കറിയാം. അതൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ സിനിമ നാടകം സിനിമയായിട്ട് വളർത്തുമ്പോഴും ഒക്കെ നമ്മളതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു പിന്നെ പ്രത്യേകിച്ച് മനോട്ടനെ പറ്റിയും പറഞ്ഞില്ല എന്നോട് കഥാപാത്രത്തിനെ കാരണം മനോട്ടൻ അറിയാം നമ്മളിത് നാടകം ചെയ്യുമ്പോഴേ മുതൽ കൂടെ ഉണ്ടല്ലോ സിനിമേൻ്റെ ഈ സബ്ജക്റ്റിൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാനും പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. മനോട്ടൻ വിളിച്ചു, വന്നു, മനോട്ടൻ ആക്ഷൻ പറഞ്ഞു, ഹരി റോൾ ചെയ്തു, ഷൂട്ട് തുടങ്ങി. പിന്നെ ഇത് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്, ഇപ്പം മനോട്ടൻ ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയ കാലഘട്ടം മുതലേ അപ്പോഴും മനോട്ടൻ ലോകി സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ മനോട്ടൻ പറഞ്ഞിട്ടുണ്ട്, എടാ ലോകി സാറിനെ ഒന്ന് നീ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടിട്ടുണ്ട്. അവസാന സിനിമയ്ക്ക് നിവേദ്യ ചക്രമുത്തിന് സമയത്ത്. അപ്പോൾ ഞാൻ ആൽവിൽ പോയി കണ്ടു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ സാറിന് പനിയാണ്, കാരണം ഒരാളെ കാണാൻ പറ്റിയ അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഞാൻ ചെന്നു, ഞാൻ മനോട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്. സാറ് പറഞ്ഞു എനിക്കറിയാം, മനോജ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ സാറിൻ്റെ മകൻ്റെ കൂടെ ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ സിനിമ. ഹരിയേട്ടനൊക്കെ പരിചയപ്പെടുന്ന സമയത്തായിരിക്കും ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഈ സിനിമ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത്. അറിയാം, മനോട്ടൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ മക്കളെ പറ്റിയും അവന്മാരും മിടുക്കന്മാരാണെന്നും. ഇതിനു മുന്നേ ഹരിയും മനോട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് വേറൊരു ആൽബത്തിൽ, പക്ഷെ അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സിനിമയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ സന്തോഷവും അതിൻ്റെ സ്പെഷ്യാലിറ്റി പെർട്ടിക്കുലർലി എനിക്ക് ഈ സിനിമയുണ്ട്. ഹരിയേട്ടൻ എങ്ങനെ ഈ ടീമിലേക്ക് വരുന്നത്? മനോജ് ചേട്ടനായിട്ടുള്ളൊരു പേഴ്സണൽ അടുപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ സിനിമയിലേക്ക് ആദ്യം വിളിക്കുമ്പോൾ. എങ്ങനെയാണ് ഈ സ്റ്റാർട്ട് ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്? മനോജേട്ടൻ മുമ്പ് തൊട്ടേ പരിചയമുള്ള ആളാണ്, ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ പരിചയമുള്ള ആളാണ്. അച്ഛനായിട്ട് തന്നെ കണക്ട് ചെയ്തത്? അതെ, അച്ഛനായി തന്നെ കണക്ട് ചെയ്ത് പരിചയമുള്ളതാണ്. അപ്പോൾ മനോജേട്ടൻ ആദ്യത്തെ ഇത് സിനിമയാക്കാമെന്ന ആദ്യത്തെ ചിന്ത തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേയുള്ള സംസാരങ്ങളിൽ ഓക്കെ എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് മൊത്തം കഥയ്ക്ക്. ആ ഒരു ലിമിറ്റേഷൻ വെച്ച് തന്നെ ഇത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചാലഞ്ചായിരുന്നു. ഒരു സ്പേസിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാമല്ലോ, അങ്ങനെ ഒരു ചിന്തയുടെ പുറത്താണ് ഞാനും ഇതിലേക്ക് വരുന്നത്. ഞാൻ ഹരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഹരിക്ക് ഒരു വലിയ സിനിമ ചെയ്യാൻ പറ്റും, ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വലിയ സിനിമയിൽ തുടക്കം കുറിക്കാൻ പറ്റും. ഞാൻ ഹരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഹരി ഇതാണ് ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് ഹരിനെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം അതിന് മുമ്പ് ഞങ്ങളൊരു ആൽബം ചെയ്തു, അതിൽ നിന്ന് തന്നെ എനിക്ക് ഹരിയുടെ കപ്പാസിറ്റി ഇതെനിക്ക് മനസ്സിലായിരുന്നു. ഒന്ന് ഉറപ്പിച്ചു ഞാൻ അതിനകത്ത് ഹരി എന്നെ ചെയ്യിക്കാമെന്നുള്ളത്. പക്ഷെ ഹരി തീരുമാനിക്കണം ഏത് പടം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഹരി പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അത് ചെയ്യാം, എനിക്കത് സബ്ജക്റ്റ് വൈസ് ഞാൻ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ്.
നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉപരി കണ്ടന്റ് വൈസ് എനിക്കത് വർക്ക് ചെയ്യാനുള്ളതുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക ഒരു ക്യാമറാമാന് അതൊരു ത്രില്ലിംഗ് ആണ്. ത്രില്ലിംഗ് ആണെന്ന് മാത്രമല്ല, അത്രയും സ്ഥലം തന്നെ വെച്ചിട്ട് ആൾക്കാരെ ബോറടിപ്പിക്കാതെ സിനിമ പറഞ്ഞു തീർക്കണമല്ലോ. ആ ഒരു ചലഞ്ച് ചക്രാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അത് പുള്ളിക്കത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് തന്നെയാണ് പുള്ളി അത് ഓക്കെ ഇല്ല പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഗൂഗിളിൻ്റെ ഇടയ്ക്കിടെ ഈ വിനോദ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ലോഹിത് സാറിൻ്റെ അവിടെ നിന്ന് ലോഹിത് സാറിൻ്റെ കൂടെ പഠിക്കുമ്പോൾ എൻ്റെ ബ്രദറാണ് ഈ വിനോദ് കുമാർ എന്ന് പറയുന്നത്. വിനോദ് ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ വന്ന ആൾക്കാർ, ഒരുമിച്ചാണ് നാടകം ചെയ്തിരുന്നത്. മനോജ് വിനോദ് എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ പടവും, മനോജ് വിനോദ് എന്നാണ്. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്നായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഇതിലും വിനോദുണ്ട്, പക്ഷെ പേര് മനോജ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോ ഡയറക്ടറായിട്ട് വിനോദ് കുമാർ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് രണ്ടുപേരും ബ്രദേഴ്സിനേക്കാൾ ഉപരി സുഹൃത്തുക്കളെ പോലെ സിനിമയും നാടകവും ചെയ്ത് വന്നിരുന്നതാണ്. അവന് സ്കൂൾ ഓഫ് ഡ്രാമ ആയിരുന്നു, ഞാൻ ലോഹിത് സാറിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് സത്യത്തിൽ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിലും കൂടെ ഉണ്ട്. ഇവിടെ അതായത് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇരിക്കാൻ പറ്റില്ലാത്തൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. അതാണ് വിനോദ് കുമാറിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഗൂഗിളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിനോദ് കുമാർ എന്ന് പറയുമ്പോൾ അത് ആരാണെന്നൊരു ഡൗട്ട് വേണ്ട. വിനോദിന്റെ പേരില്ലാന്നേ ഉള്ളൂ, ആ ഡയറക്ടർ ചെയറിൽ വിനോദുണ്ടായിരുന്നു. ഭാര്യയിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ ലോഹിത് സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധവും ഭാര്യയുടെ ഒരു വിഷ്വൽ ഗ്രാമറും വിഷ്വൽ ഡിസൈനും ഒക്കെ ആ സമയത്ത് തന്നെ. അല്ല, ഹരിയെ കുറിച്ച് ഹരി സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഹരി ഇതിലേക്ക് വരുന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാര്യം എല്ലാ ലൊക്കേഷനിലും വരും, കണ്ടിരിക്കും, ഷൂട്ടിംഗ് സമയത്ത് മോണിറ്ററിൻ്റെ അടുത്ത് ഇരിക്കും, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ കണ്ട് ഇതെങ്കിലും. കാര്യം അത്രയും ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പം ഹരി ഇങ്ങനെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഹരി ക്യാമറ പഠിക്കുന്നുണ്ടെന്നും പഠിച്ചിട്ടാണ്. അതുമാത്രമല്ല, അറിയപ്പെടുന്ന 2, 3, 4 ക്യാമറാമാന്മാരുടെ കൂടെ, വേണു സാറിനെ പോലുള്ളവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഹരി വരുന്നത്. അപ്പം അതിൻ്റെയും ഗുണമുണ്ട്. പിന്നെ സിനിമയിൽ ജനിച്ച് സിനിമയിൽ വളർന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന ഒരാളാണല്ലോ ഹരി. അപ്പം അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ആസ് എ ക്യാമറാമാൻ ഈ സിനിമ ഉറപ്പായിട്ടും ഹരിക്ക് നല്ല പേര് ഉണ്ടാക്കി കൊടുക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കും സിനിമയ്ക്കും ഹരിയുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടല്ലോ. ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഹരിക്ക് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ഹരി പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിലെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയ ലിമിറ്റേഷൻ ആണ്. സിനിമ മുഴുവൻ ആ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഓഡിയൻസിനെ ബോറടിപ്പിക്കാതെ ഈ വീട് കാണിക്കണ്ടേ. ആ വീട്ടിലൊരു 4-5 മുറികൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആകെ 3 ആർട്ടിസ്റ്റുകളും അതൊരു ചലഞ്ചിങ് ആണ്, ലിമിറ്റേഷൻ ആണ്. അതിനേക്കാൾ ഉപരി ബഡ്ജറ്റും നമുക്ക് ലിമിറ്റേഷൻ ആണ്. കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ. അപ്പൊ DOPക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബഡ്ജറ്റാണ്. അപ്പൊ അതും ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ചെയ്യാന്ന് പറയുന്നത് ആയിരിക്കും ചലഞ്ചിങ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും അത് വിഷ്വലിനെയോ അല്ലെങ്കിൽ സിനിമയോ ബാധിച്ചിട്ടില്ല. ആ പൈസക്കുള്ള പടം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാഴ്ചയിൽ അതിനേക്കാൾ കൂടുതൽ തോന്നുമെങ്കിലും അല്ലേ, അത് സിനിമയ്ക്ക് അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇത് DOPക്ക് നേരിട്ടൊരു ചലഞ്ചെന്ന് എനിക്ക് തോന്നിയ കാര്യം, ഇത് ഈ സിനിമ നടക്കുന്നത് പറയാലോ അല്ലേ, പുറത്ത് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ആ ഒരു മൂഡ് നമുക്ക് വീടിനകത്ത് ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയ കാര്യമുണ്ട് അത്. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് നിസ്സാര പണിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മഴ കാണിക്കാൻ പറ്റില്ല നമുക്ക്. ജനലിൽ കൂടെ ഒക്കെ ചെറുതെ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫുൾ ടൈം പുറത്ത് മഴയുണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മഴയില്ലല്ലോ. അപ്പൊ അതെല്ലാം വിഷ്വലിലും ലൈറ്റിലൊക്കെ വരുത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചാലഞ്ച് ആയിരുന്നു. ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഏറ്റവും ഇൻട്രസ്റ്റ്. ഈ ആഡിൽ വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം പോലുള്ള ഇൻഡിപെൻഡൻറ്റ് സ്വഭാവമുള്ളൊരു ഇതിൽ വർക്ക് ചെയ്ത ആളാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും ഈ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞത് ഒരു ചാലഞ്ച് ആയിട്ടാണോ അതോ ഭയങ്കര ലിമിറ്റഡായി പോകാറുണ്ടോ നമ്മൾ? എങ്ങനെയാണ്? ഇല്ല, ഇതൊരു രസമുള്ളൊരു ചാലഞ്ച് തന്നെയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ആരെങ്കിലും ചാലഞ്ച് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു കിക്ക് കിട്ടുന്നത്. വെറുതെ ഭയങ്കര ഈസി ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ ഒരു കിക്കില്ല. വിഷ്വൽ ഡിസൈൻ അല്ലെങ്കിൽ വിഷ്വൽ ഗ്രാമർ എന്നൊക്കെ പറഞ്ഞ് ഈ DOP സൈഡിലേക്ക് വരുന്നതൊക്കെ ഉള്ള ആലോചനയൊക്കെ തുടങ്ങുന്നത് ഏത് സമയത്തായിരിക്കും? കാരണം എഴുത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഇപ്പോൾ നേരത്തെ മനോജ് ചേട്ടൻ പറഞ്ഞല്ലോ, സിനിമയിൽ ജനിച്ചു വളർന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു എഴുത്തിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഷൂട്ടിൻ്റെ മുന്നത്തെ ഒരു പ്രോസസ്സ് ആയിരിക്കുമല്ലോ കണ്ടുവരുന്നത്. പച്ചൻ്റെ ആയാലും ലോഹിത് സാറിൻ്റെ ഒക്കെ ആയാലും അങ്ങനത്തെ ഒരു പ്രോസസ്സ് ആയിരിക്കും കണ്ടുവരുന്നത്. എങ്ങനെയാണ് ഈ വിഷ്വൽ എപ്പോഴാണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത്? വിഷ്വൽ ശരിക്കും എനിക്ക് വിഷ്വലിനേക്കാൾ ഉപരി സിനിമാറ്റോഗ്രാഫേഴ്സിനെ കണ്ടിട്ടുള്ള സെറ്റിൽ അവരെ കണ്ട് എക്സൈറ്റഡ് ആവുക എന്ന് പറയുന്നതായിരുന്നു അവർ വിഷ്വലിനേക്കാൾ അധികം. അതിനുശേഷമാണ് പിന്നെ വിഷ്വലിലേക്ക് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
വേണു സാറിനെ പോലെയൊക്കെ ഉള്ളവർ സെറ്റിൽ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തികളാണ് പൊതുവെ എന്നെ കൂടുതൽ ഇതിലേക്ക്, പിന്നെയാണ് എന്താണ് വിഷ്വൽ ഗ്രാമർ എന്നുള്ളതൊക്കെ പഠിച്ചു വരുന്നത്. അതും ഏറെക്കുറെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് ആ ഒരു ടേസ്റ്റ്. പിന്നെ അതിനുശേഷം പിന്നെ സെറ്റുകൾ കാണുന്നു, ഓരോ ഫ്രെയിം കാണുന്നു, അതിൽ എന്ത് മാജിക്കാണ് ഓരോരുത്തരും കൊണ്ടുവരുന്നത് എന്നുള്ളത് കാണുന്നു. അത് അറിയാതെ അതിലേക്ക് വീണു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതായത് എപ്പോ തുടങ്ങി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, 4ാം ക്ലാസ് വരെ എനിക്കൊരു വെറ്റിനറി ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതിനുശേഷം സിനിമാറ്റോഗ്രാഫർ ആവണമെന്നായിരുന്നു. അത് കൃത്യമായിട്ട് അറിയാം. അതറിയാം. ചെറുപ്പത്തിലും പറഞ്ഞിട്ടില്ല ഇവിടെ. ഇല്ല, അങ്ങനെ ഒരുപാട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല ഞങ്ങൾ വരും, ലൊക്കേഷനിൽ വരും. അത് വല്ലപ്പോഴും അച്ഛൻ കൊണ്ടിരിക്കുള്ളൂ. അതായത് ക്ലാസ്സില്ലാത്ത സമയത്തൊക്കെ സാധാരണ വരാറുള്ളൂ. അമ്മയും ഇവരും 2 പിള്ളേരും കൂടി വരും. അമ്മ പിന്നെ നിൽക്കുമെങ്കിൽ ഇവരെ പറഞ്ഞയക്കും ക്ലാസ്സൊക്കെയുള്ളതുകൊണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കളിക്കാൻ നടക്കുന്നതായിരിക്കില്ല. മിക്കപ്പോഴും മോണിറ്ററിൻ്റെ അടുത്തൊക്കെ ചക്കര ഉണ്ടാവാറുണ്ട്. വിഷ്വൽ കാണാനും എന്താ അവർ ചെയ്യുന്നതെന്നൊക്കെ മിണ്ടാതിരിക്കും. അധികം സംസാരിക്കില്ല, ആൾക്ക് വളരെ കാമാണ്. അപ്പോൾ പിന്നെയും മറ്റേ 2ാമത്തെ ആളാണ് കുറച്ചും കൂടി സംസാരിക്കുക. അപ്പൊ ഇത് ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഇതിൽ നാടകം സിനിമ രണ്ടും ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഓർക്കുട്ടൊരു ഓർമ്മക്കൂട്ട് ആദ്യത്തെ ചിത്രം നടന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഇത് രണ്ടും എങ്ങനെയാണ് ഈ മനസ്സിലെ ജീവിതത്തിലൊക്കെ രൂപകൽപ്പന ചെയ്ത് വരുന്നത്? സത്യത്തിൽ നാടകം ഈ പറയുന്ന പോലെ 4ാം ക്ലാസ് ഒന്നും അല്ല, അതിന് മുമ്പേ തുടങ്ങിയത് സിനിമയിൽ എന്താവണമെന്നുള്ളതല്ല. കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു സംവിധായകനാവും. എനിക്കറിയില്ല സംവിധായകൻ എന്താണെന്നൊന്നും. പക്ഷെ കാര്യം അതാണല്ലോ, പേര് എഴുതി കാണിക്കുമ്പോൾ അവരുടെ പേരാണല്ലോ, മറ്റൊരു പേര് എഴുതി കാണിക്കലൊന്നുമില്ലല്ലോ. പക്ഷെ ചെറുപ്പം പോലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി മാത്രം നടന്ന ഒരാളാണ്. സിനിമയിൽ സംവിധായകനായിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്തായി എന്നുള്ളതല്ല, പക്ഷെ സംവിധായകനായിട്ട് തന്നെ വന്നു. ഒരുപാട് ആൾക്കാരുടെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട് ചാൻസ് ചോദിച്ചിട്ട്. പലവട്ടം നടത്തിച്ചിട്ടുണ്ട് ചാൻസ് ചോദിച്ചിട്ട്. എനിക്ക് പിന്നീട് മനസ്സിലായ സാധനം, നമ്മൾ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ വേറെ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ വഴി വെട്ടിത്തെളിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വെട്ടിത്തെളിച്ചൊരു വഴിയാണ് നാടകം. പക്ഷെ നാടകം കറക്റ്റായിരുന്നു, ഞങ്ങൾ പിച്ച് ചെയ്ത് കറക്റ്റ് ആയിരുന്നു. കാര്യം ആ സമയത്ത് ചെയ്യുന്ന നാടകങ്ങൾക്കെല്ലാം സമ്മാനങ്ങൾ കിട്ടുന്നു, വാർത്തയാവുന്നു. ഈ വാർത്തകൾ പത്രക്കട്ടിങ്ങുകളാവുന്നു. പത്രക്കട്ടിങ്ങുകൾ വെച്ചിട്ടാണ് പിന്നെ ഡയറക്ടേഴ്സിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയത്. ചിലർക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നമുക്ക് എഴുത്തല്ല, ഡയറക്ഷനാണല്ലോ, എഴുത്തൊന്നുമല്ല നമ്മുടെ പ്രശ്നം. കാര്യം എഴുതാറിയില്ല. ഇപ്പൊ സിനിമ നാടകത്തിന് വേണ്ടി എഴുതുന്നു, ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നു അല്ലാതെ നിങ്ങളൊരു കഥ ഉണ്ടാക്കും എഴുതുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരില്ല. അല്ല ഒരു ലിറ്റററി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റില്ല നമ്മളെ. ലോയി സാർ മാത്രമാണ് ഒറ്റ പ്രാവശ്യം ഞാൻ ലോയി സാറിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ലോയി സാറിന്റെ അസിസ്റ്റന്റ് ആവാൻ പറ്റും, ലോയി സാറിന്റെ അസിസ്റ്റന്റ് ആവാൻ പറ്റും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. സാർ കണ്ട വഴിക്ക് തന്നെ സാർ പറഞ്ഞു അടുത്ത പടം മുതൽ കൂടെ വന്നോളാൻ പറഞ്ഞു. അതൊരു വലിയ കുറച്ച് നേരം നാടകത്തെക്കുറിച്ച് സംസാരിച്ചുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. അത് ഞാൻ ഒരു 100 സിനിമ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നത് ലോഹിതദാസിനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ 10 വർഷം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റും. ഞാനും സാറും അവിടെ ഒറ്റയ്ക്ക് താമസിച്ച ഒരുപാട് ദിവസങ്ങളുണ്ട്. ലക്കിടിയിൽ, സാർ ലക്കിടിയിലാണ്, ഇവര് ആലുവയിലാണ്. അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യം. ഞാൻ ഇനിയിപ്പോൾ എന്ത് സിനിമ ചെയ്ത് വലിയ ആളായാലും അതൊന്നുമല്ല, ആ മനുഷ്യന്റെ കൂടെ കുറച്ചാൾ താമസിച്ചതും ജീവിച്ചതുമാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഉറപ്പായിട്ട് ഈ ലോയി സാറായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നൊരു സിനിമ. ഒരുപാട് സിനിമകളും ഉണ്ട്. ഏറ്റവും കൂടുതൽ ടേക്ക് അവേ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠനമൊക്കെ സംഭവിച്ചൊരു സിനിമ, ഒരു സെറ്റ്, അതൊക്കെ അങ്ങനെ ഓർമ്മയിലുണ്ടോ? ഇല്ല, ഇത് ഈ നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലല്ലോ, നമ്മൾ അറിയാതെ പഠിച്ചെടുക്കുകയാണല്ലോ പല കാര്യങ്ങളും. ഇപ്പം ലോയി സാറിന് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കുന്ന കല്ലിനുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചില സാധനം നമുക്ക് കിട്ടും. അതിങ്ങനെ സാറ് പറഞ്ഞു തരുമൊന്നും വേണ്ട, പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എഴുതണം എന്നൊന്നും പറഞ്ഞു തരണ്ട. കാര്യം സാറ് എഴുതി കഴിഞ്ഞിട്ട് ചൂടോടെയാണ് എനിക്ക് നമ്മളെപ്പോലുള്ളവർക്ക് വായിക്കാൻ തരുന്നത്. നമ്മളെപ്പോലെ എനിക്ക് വായിക്കാൻ തന്നിരുന്നത്. കാര്യം ഞാൻ സാറിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നതിന് ശേഷമുള്ള കുറച്ച് കാലങ്ങളിൽ സാറ് എഴുതിയിട്ട് മനൊന്ന് വായിച്ചു നോക്കിയെന്ന് തരുമായിരുന്നു. ഒന്നഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല, പക്ഷെ എന്നാലും നമ്മൾ വായിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണെന്ന് മാത്രമല്ല, എന്തൊക്കെയോ എനിക്ക് തരും. പിന്നെ സാറിൻ്റെ കൂടെ സംസാരിക്കാനിരിക്കുക സാർ അങ്ങനെ ആരുമായിട്ട് അധികം സംസാരിക്കാറില്ല. സംസാരിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ സാർ നന്നായി സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയാതെ ഏറ്റവും കൂടുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തന്നെയാണ്.
മറ്റ് ഞാൻ അത്രയും ഇതായതുകൊണ്ടാണ് പറയുന്നത്, ഒരു ക്യാരക്ടറും കൂടിയുള്ള മനുഷ്യനാണ്. ഒരു റൈറ്റർ മാത്രമല്ലായിരുന്നു ലോഹിത് സാർ എന്നുള്ളതാണ്. ലോഹിത് സാറിനൊരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്ത് കേൾക്കുന്നതൊന്നുമല്ല അദ്ദേഹം. അത് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ ഈ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ്, ആഡ് എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങുന്നൊരു സന്ദർഭമാണല്ലോ. ബിഗ് സ്ക്രീനിന് മുന്നേ ഒക്കെ നമ്മുടെ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ കാര്യമൊക്കെ പറയും. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഓസ്കാർ അവാർഡ് വേദിയിൽ ഇപ്പോൾ ഷോൺ ബേക്കർ സംസാരിക്കുമ്പോൾ പോലും ഇൻഡിപെൻഡൻറ്റ് സിനിമകളുടെ ഒരു ക്രൂഷ്യൽ സ്റ്റേജ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഡിഫറൻ്റ് ആവുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിംസും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് എന്നൊരു ഇൻഡി സ്വഭാവമുള്ള ഒരു വർക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോഴും എല്ലാം വർക്ക് ചെയ്യുമ്പോഴൊക്കെ? ഇല്ല, എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡി സ്വഭാവമുള്ള ഇതുകൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഞാൻ LV പ്രസാദിലാണ് പഠിച്ചത്, ചെന്നൈ. അവിടെ നിന്ന് പഠിക്കുന്ന കാലം തൊട്ട് ഒരുപാട് ഇൻഡി സിനിമകൾ അവിടുത്തെ പഠിച്ചതെന്ന് എനിക്ക് കിട്ടിയ ഗുണങ്ങളിലൊന്നാണ് കുറേ ഇൻഡി സിനിമകൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് അതിൽ നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഇതിന് ലിമിറ്റ് കുറവാണ്. നമ്മളിപ്പോൾ ഒരു കമേഴ്ഷ്യൽ പടത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചിലത് പറയണ്ടേ എന്നൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിക്കരുത്, അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ കാര്യം ചെയ്യുമ്പോൾ. പക്ഷെ ഒരു ഇൻഡി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആണ് ആ കാര്യങ്ങളിൽ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇപ്പോൾ ബിരിയാണി എന്ന് പറയുന്ന പടത്തിൻ്റെ അഡീഷണൽ സിനിമാറ്റോഗ്രാഫറാണ് ഞാൻ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പടം. അപ്പോൾ അത് ഭയങ്കര ഇൻഡി കൈൻഡ് ഓഫ് മേക്കിംഗ് ആയിരുന്നു. അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇനിയും ഈ ഇൻഡി പടങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട്. അത് ഈവൻ ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലേക്ക് എല്ലാം വരുമ്പോഴും എന്താ പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാനുള്ളൊരു സ്പേസ് കിട്ടും. കാരണം പൊതുവേ നമ്മളിപ്പോൾ വരുന്ന ഷോർട്ട് ഫിലിം എല്ലാം ഒരു ഇൻഡി സ്ട്രക്ചറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പൊതുവേ. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. നമുക്ക് ആ ഒരു കൺസ്ട്രെയിൻ വെച്ച് നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഈ കൊമേഴ്സ്യൽ സിനിമ, ഇൻഡി സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഇതെന്ന് ഇപ്പം ലോഹിത് സാറ് സിനിമ എഴുതുന്നത് ഒരിക്കലും ഇത് കൊമേഴ്സ്യൽ സിനിമയാണ്, ഇത് അങ്ങനെയല്ല. അല്ല, നിങ്ങൾ എല്ലാ സിനിമ സാറിന്റെ നോക്കിയാലോ, പക്ഷെ എല്ലാ സിനിമയ്ക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എല്ലാ സിനിമയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ തൊടും. അത് കൊമേഴ്സ്യലി ഹിറ്റായതാണ് അല്ലേ? അല്ലാതെ കൊമേഴ്സ്യൽ സിനിമ ഇപ്പൊ നമ്മൾ പറയുന്ന സോക്കോൾഡ് കൊമേഴ്സ്യൽ സിനിമ എന്നുള്ളൊരു പാറ്റേണിൽ എന്നാൽ ആ സിനിമകളെല്ലാം ഹിറ്റല്ലേ? ഏത് ഒരു 38ഓളം സിനിമകൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമകളാണ്. അപ്പൊ അദ്ദേഹം എഴുതിയിരുന്നതും ചെയ്തിരുന്നതും ഒരിക്കലും കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിലല്ല. ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ ഇതും അങ്ങനെയാണ്. പ്രളയശേഷം ജലകന്യകയും നിങ്ങളിത് കൊമേഴ്സ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഓടുകയാണെങ്കിൽ ഇത് കൊമേഴ്സ്യലാണ്. അങ്ങനെയല്ലേ എനിക്കങ്ങനെ തോന്നുന്നത്. പടം ഓടുകയാണെങ്കിൽ ഇത് കൊമേഴ്സ്യലാണ്. നിങ്ങൾ കാണുന്നത് ഒരു നല്ല സിനിമയായിരിക്കും. അത്രേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു ഇൻഡി സിനിമ ആണെന്നൊന്നും അങ്ങനെ ഒരിക്കലും ഇതിന് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാൻ അത് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ പർട്ടിക്കുലർ ആയിട്ടല്ല അതൊക്കെ നമ്മൾ അസോസിയേറ്റ് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിനൊക്കെ മുന്നേ നമ്മൾ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ, ഇപ്പോൾ ലോഹിത് സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ സ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഇപ്പോൾ വേണു സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. എന്തായിരിക്കും ഇങ്ങനെ നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വിഷ്വൽ ഗ്രാമർ എന്തായിരിക്കും വേണു സാറിൻ്റെ? നമ്മളെ ഇൻസ്പയർ ചെയ്ത, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത? അത് ഒന്നായിട്ടെടുത്ത് പറയാൻ പറ്റില്ല ഇത് എന്താണെന്നുള്ളത്. കാരണം എനിക്ക് പൊതുവെ പറഞ്ഞാൽ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും ചില ശീലങ്ങളുണ്ട്. ഞാൻ ഡെയിലി ചെന്നിട്ട് ഡെയിലി എനിക്ക് തോന്നിയ കാര്യങ്ങളൊരു നോട്ട് എഴുതുന്ന സ്വഭാവമുണ്ട്. ഞാൻ ഒരുവിധം സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ കൂടെ എല്ലാവരും ഒരു പടം വെച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേണു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ നോട്ട് ഫുള്ളായിരുന്നു. അത് ബുക്ക് തീർന്നു സത്യം പറഞ്ഞ അടുത്ത ബുക്കിലേക്ക് കടന്നിരുന്നു. പിന്നെയുള്ളവരേലും എല്ലാവരെയും കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഒരിത്തിരി അധികം ടേക്ക് അവേ ആയിരുന്നു. അപ്പോൾ എന്താന്ന് ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അത് വർക്ക് ചെയ്തേക്കുന്നവരും അല്ലാത്തവരും പലരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ ശേഷം ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് ധീരൻ എന്നൊക്കെ പറഞ്ഞ സിനിമ. ദേവതായിട്ടുള്ള അസോസിയേഷൻ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നതായ അസോസിയേഷൻ. എന്താണ് ധീരൻ്റെ ഒക്കെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഏറ്റവും ധീരൻ്റെ എക്സൈറ്റ്മെന്റ് ധീരൻ ഔട്ട് ആൻഡ് ഔട്ട് ഞങ്ങൾ ഒരുമിച്ച് വളർന്നു വന്ന ആൾക്കാർ ചെയ്യുന്ന, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് ഷോർട്ട് ഫിലിം ചെയ്ത് വന്ന ആൾക്കാർ ചെയ്യുന്ന, അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്വപ്നം കാണുന്നവർ ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്.
പിന്നെ ഓരോ പടം ചെയ്യുന്നത് ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ മാർച്ച് 7 സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു. എന്താണ് ഒരു ഫൈനൽ നോട്ടായിട്ട് പറയാനുള്ളത്? അല്ല, ഫൈനൽ നോട്ടും പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് തന്നെ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരും പറയുന്ന പോലെ തന്നെ, കാരണം ഇത് വളരെ ചുരുങ്ങിയ ഒരു കോസ്റ്റിൽ ചെയ്ത ഒരു നല്ല സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ട്. അതിനേക്കാൾ ഉപരി ഒരുപാട് പുതിയ ആളുകളല്ല, ഒരുപാട് പേര് സിനിമയിൽ നല്ല രീതിയിൽ വരേണ്ട ഒരുപാട് പേര് വർക്ക് ചെയ്ത സിനിമയാണ്. ഇതിനകത്ത് എല്ലാ ടെക്നീഷ്യന്മാരും അത്യാവശ്യം, ഇപ്പോൾ ആർട്ട് ഡയറക്ടർ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച അപ്പുണ്ണി സാജനാണ്. മേക്കപ്പ് മാൻ മനോജ് അങ്കമാലി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ കോസ്റ്റ്യൂം ചെയ്ത ദിവ്യ എന്ന് പറയുന്നത് ദിവ്യ ജോർജ്, ഇപ്പോൾ വലിയ സിനിമകൾ, ഹൃദയം പോലുള്ള സിനിമകൾക്ക് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ എല്ലാവരും, ഒരുവിധം എല്ലാ ആളുകളും ഈ സിനിമയിൽ അത്യാവശ്യം നല്ല പോപ്പുലർ. മെൻഡോസ് ആൻഡിന് ഒരുപാട് വീഡിയോ ആൽബങ്ങൾ ചെയ്ത് അത്യാവശ്യം പേരുണ്ടാക്കിയ ഒരാൾ. സിനിമകൾ കുറച്ച് ചെയ്തിട്ടില്ല ഒന്നുമില്ല, പക്ഷെ അവരൊക്കെ സിനിമയിൽ സത്യത്തിൽ നല്ല നിലയിലേക്ക് വരേണ്ട ആളുകളാണ്. കേപ്പബിലിറ്റി ഉള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിനിമ കൊടുക്കാൻ പോകുന്നതും ആളുകൾ കണ്ടിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളതും അവർ ഈ സിനിമയെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ സിനിമ കാണാൻ മറക്കാതിരിക്കുക, എല്ലാവരും സിനിമ കാണുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. OTT, ഗവൺമെൻറ് OTTയിൽ വരുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ ഇത് തിയേറ്ററിൽ കാണേണ്ട, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇതിൻ്റെ സൗണ്ടിന്, ഇത് നമ്മൾ അറ്റ്മോസിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം സൗണ്ടിന് വലിയ പ്രാധാന്യമുണ്ട് ഈ സിനിമയ്ക്ക്. ഈ ഒരു കൊച്ചു സിനിമ അറ്റ്മോസിൽ ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് KSFDCയുടെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു അറ്റ്മോസിൽ ചെയ്യുന്നത്. അതിനൊരു സാധ്യതയുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് അറ്റ്മോസിൽ ചെയ്തത്. അപ്പം അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ സിനിമ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക എല്ലാവരും. ഒരുപാട് സന്തോഷം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം ഇപ്പം എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ KSFDC പോലുള്ള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ്. പക്ഷേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, അതായത് സർക്കാരിന്റെ ഫണ്ട് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് മാത്രമാണ്. അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ പ്രേക്ഷകൻ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് ഗവൺമെന്റിന് ഒരു ഇൻസ്പിറേഷൻ ആവും, ഒരു മോട്ടിവേഷൻ ആവും. ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഗവൺമെന്റിന് ഒരു പ്രചോദനമാവും. അപ്പോൾ ഈ സിനിമയും ഇതോടൊപ്പം ഗവൺമെന്റ് KSFDC പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഈ ഇനീഷ്യേറ്റീവിനെ ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൂടി ഈ സിനിമ കാണണം. അല്ല, ഒരുപാട് ഇത് ഇത്തരം ഒരു പല കാറ്റഗറി ഇങ്ങനെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഒരു സെലക്ഷൻ ബോർഡിൽ കൂടെ കടന്നു വരുന്ന സിനിമകളാണ്. എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മൾ പലരും കാണുന്നില്ല. കാണാത്തതുകൊണ്ടാണ് ആ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സിനിമ കണ്ടാലാണോ സിനിമ നല്ലതാണോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് കാണാതെ തന്നെ പറയുന്നവരാണ് പലരും. അത് KSFDC നിർമ്മിച്ചാണ്, അതുകൊണ്ട് കൊള്ളില്ല, അങ്ങനെ ഒരു ധാരണ. അങ്ങനെയല്ല, അത് തെറ്റാണത്. ഇപ്പൊ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ പണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകളുടെ ഒരു ഇതുള്ളതാണ്, പാറ്റേണൊക്കെ ഉള്ള സിനിമകൾ. അത് കാണേണ്ടതൊക്കെയാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഗോകുലം പറഞ്ഞ പോലെ തന്നെ KSFDC ചെയ്യുന്നത് ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ്. അതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നേട്ടം പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ സാധാരണ സിനിമയിൽ കണ്ടുവരുന്ന പോലെ ഒരു പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വലായ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുന്ന പോലെ അല്ല, ഒരു ബോർഡിനെ ഒരു പടം കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു ബോർഡാണല്ലോ ഇരിക്കുന്നത്. അതും ഷാജി അൻകരൻ പോലെയുള്ള ലെജൻസ് ഒക്കെ ഇരിക്കുന്ന ബോർഡാണ് സെലക്ട് ചെയ്യുന്നത് സബ്ജക്റ്റിനെ. അപ്പൊ അതൊക്കെ കടന്നു വരുമ്പോൾ ആ സബ്ജക്റ്റിന്റെ ക്വാളിറ്റി, ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതും കൂടി, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്ക് മാത്രമല്ല, ഈ പ്രൊജക്ടിനെ ചെയ്ത എല്ലാ സിനിമകൾക്കും ഉണ്ട്. അപ്പൊ ആ ഒരു ഇനിഷ്യേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.